എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെൽഫ് ലവ്, ചൈൽഡ് ട്രോമയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ചൈൽഡ് ട്രോമ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും റൂട്ട് കോസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ചൈൽഡ് ട്രോമ നീക്കം ചെയ്ത ശേഷം മാത്രം നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താ, അതുപോലെ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു കണ്ടിന്യൂസ് പ്രാക്ടീസ് സെക്ഷനാണ്. ഇത് നമുക്ക് എത്ര വയസ്സിലാണോ നമ്മൾ ഈ വീഡിയോ കാണുന്നതും സെൽഫ് ലവിനെ കുറിച്ച് അറിയാനായി നമ്മൾ തേടുന്നതും അത്രയും തന്നെ നാം പിന്നിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും ധൃതി കാട്ടാതെ വേണം നമ്മളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ഒരുപാട് വർഷങ്ങളെടുത്തേക്കാം, ദിവസങ്ങളോ മാസങ്ങളോ നമ്മൾ എടുത്തേക്കാം. അതൊന്നും തന്നെ നമ്മെ ബാധിക്കുന്നവേ ആയിരിക്കരുത്. കാരണം വർഷങ്ങൾ നമ്മൾ നേടിയെടുത്ത സ്ട്രെസ്സ്, ആൻസൈറ്റി, ദേഷ്യം, ഭയം, ആത്മഹത്യാ പ്രവണതകൾ, അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാം തന്നെ നമ്മൾ 1-2 ദിവസം കൊണ്ട് നമ്മിലേക്ക് കൊണ്ടുവന്നവയല്ല എന്ന പൂർണ്ണ ബോധ്യം നമ്മിൽ തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ക്ഷമയോടെ നമുക്ക് നമ്മെ തന്നെ വളർത്തിയെടുക്കാൻ ഏറ്റവും മികച്ചതാക്കാൻ കഴിയുള്ളൂ. അതിനായി നമുക്ക് ക്ഷമയോടെ പ്രാക്ടീസ് തുടങ്ങാം.